In this video, we are going to discuss a problem on converting a parabolic equation into its canonical form. Problem: prove that the equation x square uxx minus 2xy uxy plus y square uyy plus xux plus yuy equal to 0 is parabolic and find its canonical form. Also find the general solution on the half plane x greater than 0. Question: ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ യു എക്സ് എക്സ് മൈനസ് 2xy uxy പ്ലസ് വൈ സ്ക്വയർ uyy പ്ലസ് xux പ്ലസ് yuy ഈക്വൽ ടു 0 എന്നുള്ള ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് പരാബോളിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് അതിനെ കനോണിക്കൽ ഫോമിക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിനുശേഷം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള ഹാഫ് പ്ലെയിനിൽ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനും കാണും. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാം. ആൻസർ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ പരാബോളിക് ആണ് പ്രൂവ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കൺസിഡർ LU ഈക്വൽ ടു എക്സ് സ്ക്വയർ UXX മൈനസ് 2xy UXY പ്ലസ് വൈ സ്ക്വയർ UYY പ്ലസ് XUX പ്ലസ് YUY equal to 0. Number this equation as 1. To prove equation 1 is parabolic, we consider discriminant of 1, which is delta of L, which will be equal to B square minus AC by definition of delta, which will be equal to, here B is minus xy, so B square will be minus xy whole square, minus A is x square and C is y square. This will be equal to x square y square minus x square y square. C is equal to 0. Therefore, we can conclude the given equation is parabolic. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് തന്നിട്ടുള്ള ഇക്വേഷനെ അതിൻ്റെ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റി എഴുതാനാണ്. അങ്ങനെ മാറ്റി എഴുതാൻ നമ്മൾക്കൊരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ വേണം. ഒരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ കോർഡിനേറ്റ് സിസ്റ്റം കണ്ടുപിടിക്കണം. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ ഇക്വേഷൻ അതിൻ്റെ കനോണിക്കൽ ഫോമിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞ തിയറത്തിൽ ക്യാരക്ടറിസ്റ്റിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx equal to b by a. To find a non-singular transformation, we have the equation for the characteristics dy by dx equal to b by a. Here b is equal to minus xy and a is x square, which is equal to minus y by x. Solving this differential equation, we will get eta of xy. So we solve this equation dy by dx equal to minus y by x. This is a variable separable equation, so we can rewrite this equation as dy by y equal to minus dx by x. Integrating both sides, we will get ln of y equal to minus ln of x plus a constant. I am writing this constant as ln of k. Exponentiating both sides, we will get y equal to e raised to minus ln x will become 1 by x into e raised to ln k is k. So we have got xy equal to k, that is eta of xy equal to xy. Now we can choose any two variable differentiable function as zeta of xy such that Jacobian of zeta and eta not equal to 0. I am choosing zeta of xy as x. ഇനി zeta of x, y equal to x എന്ന് നമ്മൾ ചൂസ് ചെയ്തത് കറക്റ്റ് ആയിട്ട് തന്നെയാണോ എന്ന്
ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സീറ്റൻ്റെയും ഈറ്റൻ്റെയും ജാക്കോബിയൻ ഒന്ന് കണ്ടുപിടിക്കും. സീറ്റ എക്സ് സീറ്റ വൈ. സീറ്റ എക്സ് എന്താ വരിക 1, അതായത് സീറ്റനെ എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1, സീറ്റനെ വൈയിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0, ഈറ്റനെ എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വൈ, ഈറ്റനെ വൈയിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ജാക്കോബിയൻ. ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അതായത് എക്സ് 0 അല്ലാത്തപ്പോഴൊക്കെ ഇതിൻ്റെ ജാക്കോബിയൻ സീറ്റൻ്റെയും ഈറ്റൻ്റെയും ജാക്കോബിയൻ വാനിഷ് ചെയ്യുന്നില്ല എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ജാക്കോബിയൻ വാനിഷ് ചെയ്യും. പക്ഷേ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന ഹാഫ് പ്ലെയിനിലാണ്. അവിടെയാണ് നമുക്ക് തന്നിട്ടുള്ള പി ഡിനെ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല. സീറ്റ ഓഫ് എക്സ് കോമ വൈ എക്സ് ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് പുതിയ കോർഡിനേറ്റ്സ് കിട്ടി, സി ടീം ഇ ടീം. ഇനി യുവിനെ ഇൻ ടേംസ് ഓഫ് സീറ്റ ഈറ്റയിൽ ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ വി ഓഫ് സീറ്റ ഈറ്റ ഈക്വൽ ടു യു ഓഫ് എക്സ് ഓഫ് സീറ്റ ഈറ്റ വൈ ഓഫ് സീറ്റ ഈറ്റ. അപ്പോൾ നമ്മൾ യുവിനെ ഇൻ ടേംസ് ഓഫ് സീറ്റ ഈറ്റയിൽ റെപ്രസെൻ്റ് ചെയ്തു. ഇനി കനോണിക്കൽ ഫോമുക്ക് കൺവേർട്ട് ചെയ്യാൻ യു എക്സ് എക്സിനെയും യു വൈ വൈനെയും യു എക്സ് വൈനെയും യു എക്സിനെയും യു വൈനെയും ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെയൊക്കെ സീറ്റയിലും ഈറ്റയിലും റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം യു എക്സിന് എങ്ങനെയാണ് സീറ്റ ഈറ്റയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് യു എക്സ് കിട്ടും. അപ്പോൾ യു എക്സ് കൺസിഡർ ചെയ്യാം. ദെൻ യു എക്സ് വിൽ ബി ഈക്വൽ ടു വിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി സീറ്റനെയും ഈറ്റനെയും ഡിപ്പെൻഡ് ചെയ്യും, സീറ്റയും ഈറ്റയും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ വി സീറ്റ സീറ്റ എക്സ് പ്ലസ് വി ഈറ്റ ഈറ്റ എക്സ് ചെയിൻ റൂളാണ്. ഇനി സീറ്റ എക്സും ഈറ്റ എക്സും എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സീറ്റ എക്സ് ആണ്, അപ്പോൾ സീറ്റ എക്സ് 1, ഈറ്റ എക്സ് വൈ ആണ്, അപ്പോൾ ഈറ്റ എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വി സീറ്റ ഇൻറ്റു 1 പ്ലസ് വി ഈറ്റ ഇൻറ്റു വൈ. ദിസ് വിൽ ബി ഈക്വൽ ടു വി സീറ്റ പ്ലസ് വൈ വി ഈറ്റ. Similarly, we can find uy. Uy will be equal to v zeta zeta y v eta eta y. ഇനി സീറ്റ വൈ എന്താണ്, ഈറ്റ വൈ എന്താണെന്ന് നോക്കാം. സീറ്റ വൈ ഈക്വൽ ടു 0 ആണ്, കാരണം സീറ്റ എക്സ് ആണ്. അതേപോലെ തന്നെ ഈറ്റ വൈ ഈക്വൽ ടു എക്സ്, ഈറ്റ എക്സ് വൈ ആണ്, അപ്പോൾ ഈറ്റ വൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സീറ്റ വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ടേം 0 ആയിട്ട് പോകും, രണ്ടാമത്തെ ടേം എക്സ് വി ഈറ്റ വരും. ഓക്കെ, ഇനി നമുക്ക് യു എക്സ് എക്സ് കണ്ടുപിടിക്കും. യു എക്സ് എക്സ് എന്താ വരിക? യു എക്സിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഓക്കെ, യു എക്സ് നമ്മൾ ഇൻ ടേംസ് ഓഫ് സീറ്റ ഈറ്റയിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കുക, യു എക്സ് വി സീറ്റ പ്ലസ് വൈ വി ഈറ്റ, അതിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിച്ച് വിൽ ബി ഈക്വൽ ടു, ആദ്യം വി സീറ്റനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വി സീറ്റ 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 എക്സ് പ്ലസ് വി സീറ്റ ഈറ്റ ഈറ്റ എക്സ് പ്ലസ് വൈ വി ഈറ്റനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വൈ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്, അപ്പോൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, വൈ ഇൻറ്റു വി ഈറ്റനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ഈറ്റ സീറ്റനെയും ഈറ്റനെയും ഡിപ്പെൻഡ് ചെയ്യും, സീറ്റയും ഈറ്റയും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ചെയിൻ റൂൾ കൊടുക്കുക, വി ഈറ്റ സീറ്റ സീറ്റ എക്സ് പ്ലസ് വി ഈറ്റ 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 എക്സ്. ഇനി സീറ്റ എക്സിനും ഈറ്റ എക്സിനൊക്കെ വാല്യൂസ് കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു വി സീറ്റ 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 എക്സ് 1 ആണ്, അപ്പോൾ വി സീറ്റ സീറ്റ പ്ലസ് ഈറ്റ എക്സ് വൈ ആണ്, അപ്പോൾ വൈ വി സീറ്റ ഈറ്റ വരും പ്ലസ് വൈ ഇൻറ്റു സീറ്റ എക്സ് 1, അപ്പോൾ വി ഈറ്റ സീറ്റ വരും. അതിനെ ഞാൻ വി സീറ്റ ഈറ്റ എന്ന് എഴുതും, രണ്ടും ഈക്വൽ ആണ്.
പ്ലസ് ഈറ്റ എക്സ് വൈ ആണ്. അപ്പോൾ വൈ ഇൻറ്റു വി ഈറ്റ ഈറ്റ. ഇനി വൈനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. വി സീറ്റ സീറ്റ പ്ലസ് വൈ വി സീറ്റ ഈറ്റ പ്ലസ് വൈ വി സീറ്റ ഈറ്റ 2y വി സീറ്റ ഈറ്റ പ്ലസ് വൈ സ്ക്വയർ വി ഈറ്റ ഈറ്റ. ഇതാണ് യു എക്സ് എക്സ് വരുന്നത്. ഇതേപോലെ തന്നെ ഇനി യു വൈ വൈ കണ്ടുപിടിക്കണം. യു വൈ വൈ വിൽ ബി ഈക്വൽ ടു യു വൈ ഓഫ് വൈ. വി ഹാവ് ഓൾറെഡി ഫൗണ്ട് യു വൈ. ui is nothing but x v eta, so we can substitute that x v eta of y, which will be equal to, we know x is independent of y, so we can consider x as a constant. X into derivative of v eta with respect to y will be equal to v eta zeta zeta y plus v eta 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 y. Now substitute the values of zeta y and eta y. Zeta y is 0, so first term in the bracket will become 0, and eta y is x, so we will get x into v eta eta, which will be equal to x square v eta eta. So we have got ux uy uxx uyy. Now we have to find u xy, which will be equal to uxy. We know what is ux, which is v zeta plus y v eta. Now differentiate v zeta plus y v eta with respect to y. We will get v zeta 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 y plus v zeta eta eta y plus, while differentiating y v eta, we have to use product rule. Derivative of y with respect to y will be equal to 1 into v eta plus y into derivative of v eta with respect to y, which will be equal to v eta zeta zeta y plus v eta 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 y. We know zeta y equal to 0, so this term will be 0, and also this term will become 0, so we will get v zeta eta eta y is x plus v eta plus y into v eta 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 y will become, eta y is x, so xy into v eta eta. So we have got ux uy uxx uyy and uxy. So we can substitute these derivatives in the given equation. So equation 1 will become x square into uxx, which is v zeta zeta plus 2y v zeta eta plus y square v eta eta minus 2xy into uxy. Uxy is x into v zeta eta plus v eta plus xy v eta eta plus y square into uyy. Uyy is x square v eta eta plus x into ux, x into v zeta plus y v eta plus y uy is x v eta is equal to 0. ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ആദ്യം ഞാൻ വി സീറ്റ സീറ്റ വരുന്ന ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ വി സീറ്റ സീറ്റ വരുന്ന ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതുമ്പോൾ വി സീറ്റ സീറ്റനെ എനിക്ക് കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇൻറ്റു വി സീറ്റ സീറ്റ എവിടെയൊക്കെ വരുന്നുണ്ട്, ഇവിടെ ഉണ്ട്, അപ്പോൾ ആ ടേം എഴുതാം. ഓക്കെ, അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ വി സീറ്റ സീറ്റ എക്സ് സ്ക്വയർ പ്ലസ്, ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നത് വി ഈറ്റ ഈറ്റ വരുന്ന ടേംസ് ഒക്കെ. വി ഈറ്റ ഈറ്റ എവിടെയൊക്കെ വരുന്നുണ്ട് നോക്കുക, അവിടെ നിന്ന് ഈ ഈറ്റ ഈറ്റനെ കോമൺ എടുക്കുക.
വി ഈറ്റ ഈറ്റ വരുന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വി ഈറ്റ ഈറ്റൻ്റെ കോയിഫിഷ്യൻറ്റ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. ഇനി വി ഈറ്റ ഈറ്റ വരുന്നത് ഇവിടെ വി ഈറ്റ ഈറ്റൻ്റെ കോയിഫിഷ്യൻറ്റ് -2 ഇൻറ്റു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഇനി വി ഈറ്റ ഈറ്റ വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ കോയിഫിഷ്യൻറ്റ് പ്ലസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. അതിനെ ഞാൻ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്നായിരുന്നു. ഇനി അടുത്തതായിട്ട് എഴുതുന്നത് വി സീറ്റ ഈറ്റ വരുന്ന ടേംസ്. വി സീറ്റ ഈറ്റ. വി സീറ്റ ഈറ്റ വരുന്നത് ഇവിടെ ഉണ്ട്. അവിടെ വി സീറ്റ ഈറ്റൻ്റെ കോയിഫിഷ്യൻറ്റ് 2x സ്ക്വയർ വൈ. പിന്നെ വരുന്നത് ഇവിടെ ഉണ്ട്. അവിടെ -2x സ്ക്വയർ വൈ. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. ഇനി എഴുതുന്നത് വി സീറ്റ വരുന്ന ടേംസ്. വി സീറ്റ ഇവിടെയൊക്കെ വരുന്നുണ്ട് നോക്കാം. ഇവിടെയാണ് വി സീറ്റ വരുന്നത്. വി സീറ്റൻ്റെ അവിടുത്തെ കോയിഫിഷ്യൻറ്റ് എക്സ്. ഇനി വേറെ എവിടെയില്ല. ഇനി വി ഈറ്റ വരുന്ന ടേംസ്. വി ഈറ്റ വരുന്നത് ഇവിടെ വരുന്നുണ്ട്. അവിടെ വി ഈറ്റൻ്റെ കോയിഫിഷ്യൻറ്റ് -2xy. പിന്നെ വരുന്നത് ഇവിടെ വരുന്നുണ്ട്. അവിടെ കോയിഫിഷ്യൻറ്റ് +xy. പിന്നെ ഇവിടെ വരുന്നുണ്ട്. അവിടെയും കോയിഫിഷ്യൻറ്റ് yx ആണ്. അതിനെ ഞാൻ xy എന്ന് എഴുതി. എല്ലാ ടേംസും എഴുതിയില്ലേ? എല്ലാ ടേംസും എഴുതിയിട്ടുണ്ട്. വിച്ച് വിൽ ബി ഈക്വൽ ടു 0. നോക്കുക, ഇവിടെ വി സീറ്റ സീറ്റൻ്റെ കോയിഫിഷ്യൻറ്റ് നോക്കുക. അവിടെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ -2x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. അതായത് 2x സ്ക്വയർ വൈ സ്ക്വയർ -2x സ്ക്വയർ വൈ സ്ക്വയർ വരും. അത് 0 ആണ്. ഇനി അതേപോലെ തന്നെ വി സീറ്റ ഈറ്റൻ്റെ കോയിഫിഷ്യൻറ്റ് നോക്കുക. 2x സ്ക്വയർ വൈ -2x സ്ക്വയർ വൈ 0 ആണ്. പിന്നെ വി ഈറ്റൻ്റെ കോയിഫിഷ്യൻറ്റും 0 ആയിട്ട് പോകും. -2xy പ്ലസ് xy പ്ലസ് xy 0 ആണ്. സോ ദി ഇക്വേഷൻ വിൽ ബിക്കം എക്സ് സ്ക്വയർ വി സീറ്റ സീറ്റ പ്ലസ് എക്സ് വി സീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ ഇക്വേഷനെ എക്സ് സ്ക്വയറിനോട് ഡിവൈഡ് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? വി സീറ്റ സീറ്റ ഇൻറ്റു എക്സ് ബൈ എക്സ് സ്ക്വയർ 1/x വി സീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് സ്ക്വയറിനോട് ഡിവൈഡ് ചെയ്യുക. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന ഹാഫ് പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എക്സ് സ്ക്വയറിനോട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് അപ്പോൾ നമ്മൾക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ എക്സ് ഉണ്ട്. നമുക്ക് എക്സിനെ എലിമിനേറ്റ് ചെയ്യണം. നമ്മൾ കൺസിഡർ ചെയ്ത ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് കൺസിഡർ ചെയ്ത ട്രാൻസ്ഫോർമേഷനിൽ ഈറ്റ ഈക്വൽ ടു എക്സ് വൈ ആണ്, സീറ്റ ഈക്വൽ ടു എക്സ് ആണ്. ഇവിടുന്ന് നമ്മൾക്ക് എന്ത് എഴുതാം? വി സീറ്റ സീറ്റ പ്ലസ് 1 സീറ്റ വി സീറ്റ ഈക്വൽ ടു 0. പിന്നെ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. കാരണം എഴുതുക സീറ്റ ഈക്വൽ ടു എക്സ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ്റെ കാനോണിക്കൽ ഫോം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എഴുതാം. Now we have to find general solution of the given equation. For that we will be solving its canonical form, equation 2. 2 implies v zeta zeta plus 1 zeta v zeta equal to 0. ഇനി കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൽ സീറ്റ എന്നുള്ള ഒരു വേരിയബിളിലുള്ള ഡെറിവേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇക്വേഷൻ നമ്പർ 2ൽ വി സീറ്റ സീറ്റയും വി സീറ്റയുള്ള ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വി സീറ്റനെ ഒരു ഡബ്ല്യു എന്നുള്ള ഒരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്താൽ വി സീറ്റ സീറ്റ ഡബ്ല്യു സീറ്റ ആവും. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 2 ഫസ്റ്റ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവും. അതിനെ നമ്മൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാം. പുട്ട് ഡബ്ല്യു ഈക്വൽ ടു വി സീറ്റ, ദെൻ W zeta will be equal to V zeta zeta. So equation 2 will become W zeta plus 1 zeta W equal to 0. ഈ ഇക്വേഷൻ ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. നോക്കുക, ഡോ W ബൈ ഡോ സീറ്റ, വി സീറ്റനെ ഡോ W ബൈ ഡോ സീറ്റ എന്ന് കൊടുത്തു, ഈക്വൽ ടു മൈനസ് ഓഫ് 1 സീറ്റ ഡബ്ല്യു എന്ന് എഴുതി. ഈ ഇക്വേഷൻ ഒരു വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഡോ ഡബ്ല്യു ബൈ ഡബ്ല്യു ഈക്വൽ ടു -1 സീറ്റ ഡോ സീറ്റ എന്ന് എഴുതി. ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അപ്പോൾ കിട്ടിയ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ln ഓഫ് ഡബ്ല്യു ഈക്വൽ ടു -ln ഓഫ് സീറ്റ പ്ലസ്
എ ഫംഗ്ഷൻ ഓഫ് ഈറ്റ വരും, കാരണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു സീറ്റയിലാണ്. ഇനി ഇപ്പോൾ കിട്ടിയ ഇക്വേഷനെ എക്സ്പോണൻഷ്യേറ്റ് ചെയ്താൽ ഇ റേസ് ടു എൽ എൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എൽ എൻ ഓഫ് സീറ്റ 1/ζ ഇൻറ്റു ഇ റേസ് ടു എഫ് വൺ ഓഫ് ഈറ്റ. ഇ റേസ് ടു എഫ് വൺ ഓഫ് ഈറ്റനെ ഞാൻ എഫ് ഓഫ് ഈറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡബ്ല്യു എന്താണെന്ന് കിട്ടി, നമുക്ക് വി എന്താണെന്ന് കിട്ടേണ്ടത്. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു വി സീറ്റ ആണ്. ദാറ്റ് ഈസ് വി ഹാവ് ഗോട്ട് വി സീറ്റ ഈക്വൽ ടു 1/ζ എഫ് ഓഫ് ഈറ്റ. അതായത് ഡോ വി ബൈ ഡോ സീറ്റ ഈക്വൽ ടു 1/ζ എഫ് ഓഫ് ഈറ്റ. ഇതും ഒരു വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ റീറൈറ്റ് ചെയ്യുക, ഡോ വി ഈക്വൽ ടു 1/ζ എഫ് ഓഫ് ഈറ്റ ഡോ സീറ്റ. ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി ഈക്വൽ ടു എഫ് ഓഫ് ഈറ്റ ഇൻഡിപെൻഡൻറ്റ് ഓഫ് സീറ്റയാണ്. അപ്പോൾ അതിനൊരു കോൺസ്റ്റൻ്റ് ആയി കൺസിഡർ ചെയ്യുക ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എഫ് ഓഫ് ഈറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1/ζ ഡോ സീറ്റ എൽ എൻ ഓഫ് സീറ്റ വരും, പ്ലസ് എ ഫംഗ്ഷൻ ഓഫ് ഈറ്റ വരും. ആ ഫംഗ്ഷനെ ഞാൻ ജി എന്ന് വിളിക്കുന്നുണ്ട്, ജി ഓഫ് ഈറ്റ. അപ്പോൾ നമുക്ക് വി എന്താണെന്ന് കിട്ടി. അതായത് നമുക്ക് കനോണിക്കൽ ഫോമിൻ്റെ ജനറൽ സൊല്യൂഷൻ കിട്ടി. അതിൽ നിന്ന് നമ്മൾക്ക് ഗിവൺ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതാം. നമ്മൾ ഉപയോഗിച്ച ട്രാൻസ്ഫോർമേഷൻ സീറ്റ ഈക്വൽ ടു എക്സ്, ഈറ്റ ഈക്വൽ ടു എക്സ് വൈ. അപ്പോൾ സീറ്റനെയും ഈറ്റനെയും എക്സിലും വൈയിലും റെപ്രസെൻ്റ് ചെയ്താൽ നമുക്ക് ഗിവൺ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, the general solution of equation 1, given equation, is u of xy equal to f of eta ആണ്, eta xy into ln of zeta x plus g of eta xy. ഇതാണ് നമ്മളുടെ given equationൻ്റെ general solution.